സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടതോടെ സമസ്ത ലീഗ് തർക്കം പരിഹാരത്തിലേക്ക് നീങ്ങുന്നു. സമീപകാലത്തുണ്ടായ പരസ്യ പ്രതികരണങ്ങളിൽ അടക്കമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഉമർ ഫൈസി മുക്കം തുടങ്ങിയവർ സാദിഖ് അലി തങ്ങളെ കണ്ടു ഖേദം പ്രകടിപ്പിച്ചത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ കൂടിക്കാഴ്ച നടന്നത്. ഷബീർ ഒമർ വിശദാംശങ്ങൾ നൽകും. ഷബീർ, എങ്ങനെയാണിപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളും ലീഗുമായുള്ള പ്രശ്നങ്ങൾ അയയുന്നത്? ഇത് ആരാണ് ഇക്കാര്യത്തിൽ ഒരു നിർണായകമായ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയത്? ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തുടർ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോഴത്തെ ഒരു നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? സൈഫുദ്ദീൻ, കഴിഞ്ഞ കുറെ നാളുകളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം ഇന്നലത്തെ കൂടിക്കാഴ്ചയെ നമ്മൾ നോക്കിക്കാണാൻ. കാരണം നേരത്തെ തന്നെ ഈ സമസ്തക്കകത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സമസ്തയിലെ ഒരു വിഭാഗവും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സമസ്തയുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ലീഗിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനോട് പൂർണ്ണമായി യോജിക്കാൻ, അല്ലെങ്കിൽ ഈ പ്രശ്നപരിഹാരത്തിനോട് രമ്യമായി അതിനോട് യോജിക്കാൻ പല നേതാക്കളും തയ്യാറായിരുന്നില്ല. അവർ വിട്ടുനിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തിയ ഒരു കൂടിക്കാഴ്ച നടത്താനായിരുന്നു ലീഗ് സമസ്ത നേതൃത്വം സംയുക്തമായി തീരുമാനിച്ചിരുന്നത്. ഇതിൽ നിന്ന് ഒരു വിഭാഗം നേതാക്കൾ, അതായത് ലീഗ് വിരുദ്ധ വിഭാഗം നേതാക്കൾ വിട്ടുനിന്നു. അതിനുശേഷം ഇവർക്കായി പ്രത്യേകം യോഗം വിളിക്കുമെന്നായിരുന്നു സമസ്ത ലീഗ് നേതൃത്വം വ്യക്തമാക്കിയത്. ഇതിനുശേഷവും പരസ്യ പ്രതികരണം, അല്ലെങ്കിൽ പരസ്യ വിമർശനം, പരോക്ഷമായ വിമർശനം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് നേരത്തെ ഉമർ ഫൈസി മുക്കത്തിന്റെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരോക്ഷ വിമർശനമാണ് ഈ പ്രതിസന്ധി വലിയ തരത്തിലുള്ള ചർച്ചയാക്കിയത്. അതിനുശേഷം അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമീദ് ഫൈസി അമ്പലക്കടവ്, അതായത് എസ്വൈസിന്റെ ജനറൽ സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് കൂടി സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരോക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണം. അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായത് ലക്ഷ്യം വെച്ചായിരുന്നു ഈ വിമർശനം എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. ലീഗ് നേതാക്കൾ പരസ്യമായി തന്നെ ഹമീദ് ഫൈസിക്കെതിരെ രംഗത്ത് വന്നു. കേസെടുക്കണമെന്നതടക്കമായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. ഇതിന് പിന്നാലെയാണ് ജിഫ്രി തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ നേതാക്കളെല്ലാം തന്നെ, അതായത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ച ഉമർ ഫൈസി മുക്കം, ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടത്. അതിനുശേഷം അവർ ഏതാണ്ട് 1.5 മണിക്കൂറോളം നേരമാണ് ഈ കൂടിക്കാഴ്ച നീണ്ടത്. ഈ കൂടിക്കാഴ്ചയ്ക്കിടെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന ഇത്തരം പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഖേദപ്രകടനവും ഇവർ നടത്തി. ഈ ഖേദപ്രകടനത്തോടുകൂടി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ചെമ്മാട് ദാറുൽ ഹുദയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഈ വിമർശനങ്ങൾക്ക് പരോക്ഷ മറുപടിയും നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിമർശനങ്ങൾക്കടക്കമാണ് അദ്ദേഹം പരോക്ഷ മറുപടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ നൽകിയത്. അതിനുശേഷമാണ് നേതാക്കൾ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടത്, കൂടിക്കാഴ്ച നടത്തിയത്. ഈ ഖേദപ്രകടനത്തോടു കൂടി ആ കൂടിക്കാഴ്ചയിൽ തന്നെ തുടർന്ന് പരസ്യ പ്രതികരണങ്ങൾ വേണ്ടതില്ല എന്നതടക്കമുള്ള ചർച്ചകളുണ്ടായി. പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി, ഒപ്പം തന്നെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച. അപ്പോൾ ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ പരസ്യമായി വേണ്ടതില്ല. മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യമായി പരിഹരിക്കാം. അതായത് സമസ്തയ്ക്കകത്ത് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CAC-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, CAC-യുമായി ബന്ധപ്പെട്ടാണ് ഈ സമസ്തയിലെ ഈ ചേരിപ്പോര് തുടങ്ങി വെച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. നേരത്തെ തന്നെ, അതായത് ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അതിന് പിന്നാലെ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെയും നടപടി വേണമെന്ന് സമസ്തയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ജിഫ്രി തങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ കത്തും നൽകിയിരുന്നു. അപ്പോൾ ഈ നടപടിയിലേക്ക് കടന്നാൽ, അതായത് ഈ നടപടി എന്ന ആവശ്യത്തിൽ ലീഗും ഒപ്പം തന്നെ ലീഗ് അനുകൂല വിഭാഗം സമസ്ത നേതാക്കളും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഈ നടപടിയിലേക്ക് കടന്നാൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് സമസ്ത വിലയിരുത്തുന്നത്. കാരണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ചെയ്യുക. ഈ നടപടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാകും, രൂക്ഷമാകും. അപ്പോൾ ആ നിലയ്ക്ക് നടപടിയില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം എന്നോണമാണ് കൂടിക്കാഴ്ചയിലൂടെ, ഖേദപ്രകടനത്തിലൂടെ സമസ്ത നേതൃത്വം ഒപ്പം തന്നെ ലീഗ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. ആ നിലയ്ക്കുള്ള പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ, അതായത് പരസ്പരമുള്ള ചെളിവാരിയേറെ ഒപ്പം പരസ്യ പ്രതികരണങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിലച്ചു എന്നതിന്റെ സൂചനകളുണ്ട്. പക്ഷേ കോറായിട്ടുള്ള പ്രശ്നങ്ങൾ, തർക്കത്തിലേക്ക് എത്തിയ CIC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എങ്ങനെ ഒരു സമവായവും പരിഹാരവും ഉണ്ടാക്കും എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കിയാകുന്നുണ്ട്.